സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ ത്രികോണപ്പോര് നടക്കുന്ന ജില്ലയാണ് തൃശൂർ. 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള ജില്ല. പരീക്ഷണങ്ങൾക്ക് മുതിരാതെ സിറ്റിംഗ് സീറ്റുകൾ മുഴുവൻ നിലനിർത്താനാണ് CPIMന്റെ പദ്ധതി. എന്നാൽ CPIയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതുവരെ അനിശ്ചിതത്വം നീങ്ങിയിട്ടില്ല. സ്ഥാനാർത്ഥി മോഹികളുടെ ബാഹുല്യത്തിൽ വലയുകയാണ് കോൺഗ്രസ്. മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് ഉറച്ചു പ്രതീക്ഷിക്കുമ്പോഴും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാകാതെ വലയുകയാണ് BJP. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, തൃശൂരിൽ എന്തായാലും 3 മുന്നണികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സ്ഥാനാർത്ഥി മോഹികളുടെ ഒരു ബാഹുല്യത്തിൽ കോൺഗ്രസ് വലയുന്നു അല്ലേ? മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നൊക്കെ മികച്ച സ്ഥാനാർത്ഥികൾ BJP പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളിലേക്ക് എത്തുന്നില്ല അല്ലേ? ഇടതുപക്ഷത്തിന്റെ ആലോചനകൾ എന്താണ് ജില്ലയിൽ? റോഷ്നി, സംസ്ഥാനത്ത് തന്നെ 3 മുന്നണികളും ഒരുപോലെ ശക്തമായ മത്സരം നടത്തുന്ന ഒരു ത്രികോണ മത്സരം, നേരത്തെ റോഷ്നി സൂചിപ്പിച്ച പോലെ തന്നെ ത്രികോണ മത്സരം ജില്ലയിലാകെ നടക്കുന്ന ഏക അപൂർവം ജില്ലകളിൽ ഒന്നായിരിക്കും ഒരുപക്ഷെ തൃശ്ശൂർ എന്ന് പറയേണ്ടി വരും. ഒരേ സമയം CPMനെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. 13-ൽ 12 കൈവശം വെച്ചിരുന്നു LDF. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് 1 മാത്രമാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. കഴിഞ്ഞ മുന്നത്തെ തവണയും 1 തന്നെയാണ്. ഇത്തവണ എണ്ണം കൂട്ടിയേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടുള്ള അവസാന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ശ്രദ്ധിച്ച ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി തൃശ്ശൂരിൽ ഒരു നേട്ടമുണ്ടാക്കാതിരുന്നാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്ഥാനാർത്ഥികളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിൽ ഏതായാലും സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു പത്മജ വേണുഗോപാൽ. ഏറ്റവും കൗതുകരമായ കാര്യം, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തൃശ്ശൂരിൽ കൈപ്പത്തിയിൽ മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇത്തവണ താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ വരുന്നു എന്ന് തന്നെയാണ്. അതിനേക്കാളേറെ രസകരമായ കാര്യം, കഴിഞ്ഞ തവണ പത്മജയെ തോൽപ്പിച്ച സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരും. സുരേഷ് ഗോപി വന്നതോടുകൂടിയാണ് പത്മജയുടെ വിജയസാധ്യത അടഞ്ഞത്. 900-ഓളം വോട്ടുകൾക്കാണ് പത്മജ പരാജയപ്പെട്ടത്. പക്ഷേ ആ സുരേഷ് ഗോപിയുടെ പൂർണ്ണ ആശീർവാദത്തിൽ ഇത്തവണ തൃശ്ശൂരിലേക്ക് പത്മജ എത്തുമ്പോൾ വലിയ പ്രതീക്ഷ പത്മജയ്ക്കുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഏതായാലും ഏറ്റവും ശക്തമായ മത്സരം എന്ന് പറയുന്ന 2 സ്ഥലങ്ങളാണ് നിലവിൽ നാം ചിത്രം വ്യക്തമായി തുടങ്ങുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കുന്നംകുളമാണ്. കുന്നംകുളം CPMനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറ്റവും ശക്തമായ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. ഒന്ന് മുൻ മന്ത്രിയും നിലവിലെ MLAയുമായ AC മൊയ്തീനും മുൻ MLA അനിൽ അക്കരയും തമ്മിൽ ഏറ്റുമുട്ടുന്ന അതിശക്തമായ മത്സരം. പരമ്പരാഗത വൈരികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നെന്ന് പറയേണ്ടി വരും രാഷ്ട്രീയമായി. കാരണം ഏറ്റവും ശക്തമായ AC മൊയ്തീൻ മന്ത്രിയായിരുന്ന സമയത്ത് AC മൊയ്തീനെ വ്യക്തിപരമായി പോലും ആക്രമിച്ച, രാഷ്ട്രീയമായി വ്യക്തിപരമായും ആക്രമിച്ച അനിൽ അക്കര നേരെ എതിർ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുക. അത്രയേറെ ശക്തമായ മത്സരം. കരിവന്നൂർ കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കേസ് തുടങ്ങി നിരവധി രാഷ്ട്രീയ വിഷയങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയവർ തിരഞ്ഞെടുപ്പ് ഗോതയിൽ പരസ്പരം ഏറ്റുമുട്ടാനെത്തുന്നു. ഏറെ കൗതുകരമായി നോക്കി നിൽക്കുന്ന മറ്റൊന്ന് മണലൂർ മണ്ഡലമാണ്. മുൻ MLA TM പ്രതാപനും അതോടൊപ്പം തന്നെ മുൻ മന്ത്രി C രവീന്ദ്രനാഥും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റായ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ചുക്കാൻ പിടിച്ച KK അനീഷ് കുമാറാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് BJP പ്രതീക്ഷിക്കുന്ന ഈ 2 മണ്ഡലങ്ങളിലും ഏറ്റവും ഗംഭീരമായ മത്സരം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊന്ന് ഒല്ലൂരാണ്. ഒല്ലൂർ K രാജൻ 3-ാം ഊഴത്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന തൃശ്ശൂരിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ വെറും 26,000 വോട്ട് മാത്രം നേടിക്കൊണ്ട് BJP അതീവ ദയനീയമായ മത്സരമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഇപ്പോഴും ചിത്രം വ്യക്തമായിട്ടില്ല പല സ്ഥലങ്ങളിലും. അതിലൊന്ന് തൃശ്ശൂരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഇത്തവണ നാട്ടികയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം CPIയുടെ CC മുകുന്ദനാണ് അവിടെ നിലവിൽ MLA. പക്ഷേ CC മുകുന്ദനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക മണ്ഡലം ഉൾപ്പെടുന്ന നാട്ടിക, അതുപോലെ തന്നെ ചേർപ്പ് 2 മണ്ഡലം കമ്മിറ്റികളും ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട പല നേതാക്കൾ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടികയിൽ എന്ത് സംഭവിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുക. കാരണം CC മുകുന്ദനെ മാറ്റിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരു വിഭാഗം പറയുന്നു. അതേസമയം തന്നെ CC മുകുന്ദനെ മാറ്റിയാൽ CC മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നണിയുടെ സ്ഥാനാർത്ഥിയായോ വരാനുള്ള സാധ്യതയും തള്ളാനാവില്ല. വലിയ രാഷ്ട്രീയ ഉദ്വേഗം നിറഞ്ഞ ഒരു മണ്ഡലമായി മാറും നാട്ടിക എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ മറ്റു പല മണ്ഡലങ്ങളിലെയും ചിത്രം വ്യക്തമായി വരുന്നുള്ള ഒരു കാര്യം, ഇക്കാര്യം നമുക്ക് ഇത്തവണ എടുത്തു പറയാനാകും. കഴിഞ്ഞ തവണത്തേക്കാൾ
സ്ഥിതി മെച്ചപ്പെടുത്താൻ ഇത്തവണ കോൺഗ്രസിനാകുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇക്കഴിഞ്ഞതല്ല അതിന് മുന്നത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റം ഇത്തവണ കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പഞ്ചായത്തുകളുടെ എണ്ണത്തിലാണെങ്കിലും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചതാണെങ്കിൽ പോലും അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒന്നിൽ നിന്ന് കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിന്റെ പട്ടികയിൽ ഒറ്റ മണ്ഡലം മാത്രമേ ഉള്ളൂ. അന്ന് വടക്കാഞ്ചേരിയായിരുന്നെങ്കിൽ 2016-ൽ, ഇത്തവണ അത് പിന്നെ ചാലക്കുടിയായി നിൽക്കുകയാണ്. ഏതായാലും ഒന്നിൽ കൂട്ടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അത് പോരാന്നതാണ് നേതൃത്വം പറയുന്നതെങ്കിൽ പോലും അതിശക്തമായ മത്സരം എല്ലാ മണ്ഡലങ്ങളിലും നടക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഏറ്റവും കൗതുകരവും ഏറ്റവും വാശിയേറിയമായ മത്സരം നടക്കാൻ സാധ്യത ഒന്ന് കുന്നംകുളം, ഒന്ന് മണലൂർ, ഒന്ന് നാട്ടിക, ഒന്ന് തൃശ്ശൂർ എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. റോഷ്നി, യെസ്, ജെയ്സൺ ചാമളപ്പിൽ പറഞ്ഞതുപോലെ മണലൂരും മൊല്ലൂരും നാട്ടികയിലും ഒക്കെ പൊടിപാറുമെന്നുറപ്പാണ്. ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തൃശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടത്.